ഹായ് അസ്സലാമു അലൈക്കും. നമുക്ക് അടിപൊളി ഒരു പയർ കറി വേഗത്തിലുണ്ടാക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. കൂടുതലും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി സൂപ്പറാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ വലിയ പയറാണ് എടുത്തിട്ടുള്ളത്, ചെറുപയറും എടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളി, അത് ചെറിയ വെളുത്തുള്ളിയായിരുന്നു. അതുപോലെ തന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു. പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ളത് പച്ചമുളക് ചേർത്തോണേ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട്, ഒരുപാട് കറിവേപ്പില ഇടണ്ട, നമുക്ക് ലാസ്റ്റ് ഇച്ചിരി മല്ലിയില ഇടണം. നിങ്ങൾക്ക് മല്ലിയില വേണ്ടെങ്കിൽ കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കണേ, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തു. സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട്, അത് മാത്രമേ, വേറെ ഒരു മസാല ഒരുപാടൊന്നും ചേർക്കണ്ട. അപ്പോൾ എല്ലാവരും വിചാരിക്കും ടേസ്റ്റ് കുറവാ അങ്ങനെ, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരണം, ഒന്ന് കളർ ചേഞ്ചായിട്ട് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇതുവരെ ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയറും വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഉപ്പെല്ലാം ചേർത്ത് വേവിച്ചില്ലേ, അപ്പോൾ അത് നമുക്ക് സവാള കടുക് താളിച്ചതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. തവി വെച്ചൊന്ന് ജസ്റ്റ്, ഒരുപാടങ്ങ് അരയ്ക്കണ്ട, മിക്സിയിലിട്ടൊന്നും അരച്ചൊന്നും കളഞ്ഞേക്കരുത്. തവി വെച്ച് ജസ്റ്റ് ഇങ്ങനൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനൊന്ന് ഉടച്ചു കൊടുക്കണം തവി വെച്ച്. എന്നിട്ട് നമുക്ക് കുറുകിയ തേങ്ങാപ്പാൽ, നല്ല തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് വേറെ മസാലകളൊന്നുമില്ല, ഈ ഒരു തേങ്ങാപ്പാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ നമ്മളത് ടേസ്റ്റ് ആക്കാൻ തേങ്ങാപ്പാൽ തന്നെ വേണം. ഒരുപാട് വെള്ളം ഒഴിച്ച തേങ്ങാപ്പാലാവരുത്, നല്ല കുറുക്കിയ തേങ്ങാപ്പാൽ. ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല കറിയാണ്. അപ്പോൾ വറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മല്ലിയില കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ നല്ല യഥാർത്ഥ എന്നുവെച്ചാൽ ഒരുപാട് വെള്ളമില്ലാതെ നല്ല കുറുകിയ ഒരു കറി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. വേറെ മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നല്ലൊരു ചിരട്ടപ്പുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഞാൻ പുട്ടിൻ്റെ പൊടി വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കി പുട്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ടേസ്റ്റായിരുന്നു. ഇൻഷാ അള്ളാ നിങ്ങൾക്ക് വേണ്ടി നല്ല വീട്ടിലെങ്ങനെ പെട്ടെന്ന് അരിയൊന്നും കുതിർത്താതെ, പച്ചരിയൊന്നും കുതിർത്താതെ പെട്ടെന്ന് എങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കാം എന്ന് ഞാൻ ഉടനെ ഇൻഷാ അള്ളാ വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു ചൂട് പുട്ടും ഇങ്ങനൊരു പയർ കറിയും കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നാടൻ പുട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.